ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള പൂ പോലൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ടും ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം A4 ഷീറ്റ് സൈസിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് നീളത്തിൽ മടക്കി കൊടുക്കാം. മടക്കി നിവർത്തി കഴിയുമ്പോൾ സെൻറ്ററിലായിട്ടൊരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം പേപ്പറിൻ്റെ രണ്ട് സൈഡുകളും ചേർത്ത് ഗം ഉപയോഗിച്ച് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ പേപ്പറുകളും മടക്കി കൊടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഗം ഉപയോഗിച്ച് എല്ലാ പേപ്പറുകളും ഒട്ടിച്ചെടുക്കാം. ഒരു സെറ്റിൽ 5 പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഒരു സെറ്റിൽ 5 പേപ്പേഴ്സ് വെച്ചിട്ട് 6 സെറ്റോളം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും പേപ്പർ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു 20 പേപ്പേഴ്സ് വെച്ചിട്ടും ഇതേപോലെ തന്നെ സ്റ്റാർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരേ സമയം നമുക്ക് 2 സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റത്തെ സെറ്റിലെ പേപ്പറുകളെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ വരച്ചെടുക്കാം. ഇനി അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് താഴത്തെ പോർഷൻ വെച്ചിട്ടാണ് എല്ലാവരും സ്റ്റാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലെ പോർഷനും ഒരു ഡിസൈനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. ആ ഒരു സ്റ്റാറാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ എത്തുമ്പോൾ പേപ്പർ ഇതേപോലെ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മൾ വരച്ചെടുത്ത ആ ഡിസൈനിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് 2 സ്റ്റാർ ഒരേപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റുക. ഇതേപോലെ തന്നെ അടുത്ത 5 സെറ്റ് ഓഫ് പേപ്പേഴ്സും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ഓരോ പേപ്പറിൻ്റെയും സെൻറ്ററിൽ ഓൾറെഡി നമ്മൾ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ താഴത്തെ ഭാഗം കൂടിയിട്ട് ഇതേപോലെ ഓരോ പേപ്പർ കഴിയുമ്പോഴും നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം വേണം ചെയ്തെടുത്ത എല്ലാ സെറ്റ് ഓഫ് പേപ്പേഴ്സും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി സ്റ്റാർ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു ത്രെഡ് കൂടി നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി സ്റ്റാർ ഒന്ന് വിടർത്തി അതിൻ്റെ 2 സൈഡുകളും ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഷേപ്പിലായിരിക്കും കേട്ടോ നമുക്ക് സ്റ്റാർ വിടർത്തി കഴിയുമ്പോൾ കിട്ടുക. ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് വരുന്ന ആ ഡിസൈനുള്ള പേപ്പർ ഉണ്ടല്ലോ, അതുകൂടി 2 സൈഡുകളും ചേർത്ത് ഒട്ടിച്ചെടുത്താൽ നമുക്ക് മറ്റൊരു ഷേപ്പിലുള്ള സ്റ്റാർ കിട്ടും. അപ്പോൾ ഒരേ സമയം 2 സ്റ്റാർ ഉണ്ടാക്കാനുള്ള ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.